Hey all, welcome back to the world of C-Coder programming conducted by Lionoedu, and here I am with program number 14, and we are going to check whether the given number is prime or not. Prime ആണോ അല്ലേ എന്നുള്ളത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ, ഇഫ് എനിവൺ ഈസ് വാച്ചിങ് our video for the first time, you can go for the subscribe button, and also you can watch our previous video in order to know the Python programming language basics. Okay, it will be very useful for you. So now let's begin. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂസറിൽ നിന്നും ഇൻപുട്ട് കളക്ട് ചെയ്യുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഹിയർ യു ക്യാൻ സീ ദാറ്റ് നം ഈസ് ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് എൻ്റർ എ നമ്പർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാരിയബിളിലോട്ടാണ് യൂസറിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള നമ്പർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റ് ആണ്. ആൻഡ് അതുകൂടാതെ നിങ്ങൾക്കിവിടെ സ്പെഷ്യലായിട്ടൊരു ആഷ് സിമ്പിൾ കാണാം. ഈ ആഷ് സിമ്പിൾ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ സ്ലൈഡിൽ നമ്മൾ എന്താണ് ഈ സ്റ്റെപ്പ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു കമൻ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ബട്ട് നിങ്ങൾ ശരിക്കും പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ ആഷ് സിമ്പിൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നൗ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്, യൂസറിൽ നിന്നും ഇൻപുട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ. സോ നമ്മളിവിടെ ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്തു, അതായത് ഇഫ് നം ഗ്രേറ്റർ ദാൻ 1 എന്ന് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ഫോർ ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർ കണ്ടീഷൻ കൊടുത്തു, അതായത് ഫോർ ഐ ഇൻ റേഞ്ച് 2, നം എന്ന് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഇൻസൈഡിലൊരു ഇഫ് കണ്ടീഷൻ കൊടുത്തു. ആ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പ്രിൻ്റ് ചെയ്യിപ്പിക്കും, ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഈ ഇഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, നം ബൈ ഐ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഇഫ് കണ്ടീഷൻ. സോ ആ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് ഈ പ്രിൻറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തതെന്ന് ഞാൻ ഔട്ട്പുട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ആൻഡ് നമ്മളിപ്പോൾ ലാസ്റ്റ് കൊടുത്ത കണ്ടീഷൻ ഉണ്ടല്ലോ, ഒരു ഇഫ് കണ്ടീഷൻ ഉണ്ടല്ലോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് ഈ എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അവിടെ ഇഫ് കണ്ടീഷനിൽ എന്തായിരുന്നു, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രൈം നമ്പർ അല്ല. ഓക്കെ, സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്, അതായത് പ്രിൻറ്റ് നം ഈസ് എ പ്രൈം നമ്പർ. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റിൽ കൊടുത്തൊരു ഇഫ് കണ്ടീഷൻ ഉണ്ടല്ലോ, ഇഫ് കണ്ടീഷൻ എന്തായിരുന്നു, ആ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലാണ് പ്രൈം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ ഇൻപുട്ട് ചെയ്യുന്ന നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യണമല്ലോ. സോ ആ ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഇഫ് കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഈ എൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അതായത് നമ്പർ ലെസ് ദാൻ 1 അല്ലെങ്കിൽ ഈക്വൽ ടു 1 ആവുമ്പോൾ എന്താണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ഓക്കെ, സോ ഈ പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് ലോജിക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് സിമ്പിൾ ദാറ്റ് യൂസർ ഒരു നമ്പർ ഇൻപുട്ടായിട്ട് നൽകുന്നു, അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിളിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ നമ്മൾ പ്രൈം നമ്പറിനുള്ള കണ്ടീഷൻസ് ആണ് നോക്കുന്നത്. പ്രൈം നമ്പർ ആയിരിക്കുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ. സോ അതിന് നമ്മളൊരു ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഫോർ കണ്ടീഷൻ വെച്ച് ഫാക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ആൻഡ് അതുകൂടാതെ ഇഫ് കണ്ടീഷൻ നമ്മൾ ഇഫ് കണ്ടീഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു, സെക്കൻഡ് ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നു. ആ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് നോക്കിയിട്ട് അവിടെ ഇഫും എൽസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാസ്റ്റിൽ നമ്മളൊരു എൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലോജിക്ക് വരുന്നത്. അത് പ്രൈം നമ്പർ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പെൻഡിങ് ആയിട്ടൊരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഔട്ട്പുട്ടിൽ ഇങ്ങനെയാണ് ആ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. സോ അതെന്താണെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്താണ് 11 times 37 is 407 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
So look here. നമ്മൾ എന്താണ് ഔട്ട്പുട്ടിൽ കണ്ടത്? 11 ടൈംസ് 37 ഈസ് 407 എന്നായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ എന്ന് പറയുന്നത് നമ്മൾ 47 ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, യൂസർ ഇൻപുട്ട് ചെയ്തത് 47 ആയിരുന്നു. അപ്പോൾ പ്രിൻറ്റ് ഐ ടൈംസ് നം ബൈ ഐ ഈസ് നം. സോ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടി? 11 ടൈംസ് 11 എന്ന് പറയുന്നത് ഐ ആണ്, ടൈംസ് നം ബൈ ഐ ആണ് നമ്മളുടെ 37. ഓക്കെ, ഈസ് 407. ഇതാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, so after writing a program we reached to our output. അതായത് 407 is not a prime number. ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. 407 എന്ന് പറയുന്ന നമ്പർ യൂസർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 407 is not a prime number എന്ന് പറഞ്ഞ് കിട്ടി. അതുപോലെ തന്നെ 11 times 37 is 407 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, so this is our output. I hope this is clear for you, and if you like this video you can go for the like button, and also you can comment on it, and if you need more videos as like this you can go for the subscribe button and also enable the bell icon near to it. Thank you.